ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന വരുന്ന എക്സാമിന് സെക്കൻഡ് സെമ്മിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന 3 മാർക്കിനുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമുക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ടും രണ്ടാമത്തെ അപ്ലിക്കേഷൻ ലെവലിലും ആയിട്ടാണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് റേഡിയോ മാറ്റുലി എന്നുള്ളതാണ്. വാട്ട് ഈസ് റേഡിയോ മാറ്റുലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ മാറ്റുലി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആണ്. കേരളത്തിൽ നിലനിൽക്കുന്ന വയനാട്ടില് മാനന്തവാടിയിൽ നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ് റേഡിയോ മാറ്റുലി എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം, ആ പ്രദേശത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റേഡിയോസിനെയാണ് കമ്മ്യൂണിറ്റി റേഡിയോസ് എന്ന് പറയുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, കേരളത്തിലെ എക്സാമ്പിൾ ആണ് റേഡിയോ മാറ്റുലി എന്ന് പറയുന്നത്. വയനാട് മാനന്തവാടി പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടി ലഭിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ആണ് റേഡിയോ മാറ്റുലി എന്ന് പറയുന്നത്. ഇതിലൂടെ അവര് ലോക്കൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തില് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവരുടെ ഇഷ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോസ് ഉപയോഗിക്കാറുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് റേഡിയോ മാറ്റുലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂട്യൂബ് ആൻഡ് ഹൗ ഹാസ് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഡിജിറ്റൽ മീഡിയ? യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഡിജിറ്റൽ മീഡിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത്. ഈ യൂട്യൂബിലൂടെ നമുക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വ്യൂ ചെയ്യാനും കാണാനുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടന്റുകൾ ഷെയർ ചെയ്യാൻ ഒക്കെ സാധിക്കുന്ന ഒരു മീഡിയമാണ് എന്തെന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബ് 2008 എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ക്രിയേറ്റേഴ്സിനെ ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എന്ത് ചെയ്യുന്നു, വിഷ്വലുകൾ അല്ലെങ്കിൽ കോണ്ടന്റുകൾ എത്തിക്കാനും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജേർണലിസം നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡിജിറ്റൽ മീഡിയ തലത്തിൽ യൂട്യൂബ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ അക്കോസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് സൗണ്ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതും അതുപോലെ തന്നെ സൗണ്ടിന്റെ ബിഹേവിയറിനെ കുറിച്ച്, അതായത് ഡിഫറെന്റ് എൻവിറോൺമെന്റിൽ വെച്ചിട്ട് സൗണ്ടിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടും സൗണ്ടിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രോഡ്കാസ്റ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി കൊണ്ടുവരിക, എക്കോസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക, നോയിസ് ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു ലിസണിങ് എക്സ്പീരിയൻസുകൾ എൻഹാൻസ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നതിനെ കൊണ്ടുള്ള റേഡിയോയിലും ടെലിവിഷൻ ഓഡിയൻസിലും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് പിച്ച് ഇൻ സൗണ്ട് ആൻഡ് ഹൗ ഡസ് ഇറ്റ് അഫക്ട് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്? ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്? പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസിയെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സൗണ്ട് പറയുന്നത്, ഏത് ലെങ്തിലാണ് അല്ലെങ്കിൽ ഹൈയിലാണോ ലോയിലാണോ എങ്ങനെയാണ് പറയുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പിച്ച് എന്ന് പറയുക. ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിൽ ഒരു പിച്ച് എന്ന് പറയുന്നത് പിച്ച് കൺട്രോളിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം വോയിസ് മോഡുലേഷൻസ് വരുത്തുക, ക്ലാരിറ്റി കൊണ്ടുവരിക, മെയിൻറ്റെയിനിങ് ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ സൗണ്ടിന്റെ പിച്ച് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് വാട്ട് ഈസ് എ ജിംഗിൾ ആൻഡ് വൈ ഈസ് ഇറ്റ് യൂസ്ഡ് ഇൻ റേഡിയോ അഡ്വർടൈസ്മെന്റ്? ജിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് റേഡിയോ അഡ്വർടൈസ്മെന്റിന് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? ജിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള കാച്ചി ആയിട്ടുള്ള മ്യൂസിക്കൽ പീസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ജിംഗിൾ എന്ന് പറയുന്നത്. ഇത് ബ്രാൻഡ് റെക്കഗ്നിഷൻസ്, അതായത് ഒരു ബ്രാൻഡിനെ കുറിച്ച് വീണ്ടും ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിംഗിൾ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഡയറി മിൽക്കിന്റെ പരസ്യങ്ങളുടെ എന്താണെന്നുള്ള നമുക്ക് ജിങ്കിൾ നമുക്കറിയാം. അത്തരത്തിൽ ഷോർട്ട് ആയിട്ടുള്ള ക്യാച്ച് ആയിട്ടുള്ള മ്യൂസിക്കൽ പീസിനെയാണ് ജിങ്കിൾ എന്ന് വിളിക്കുക. അപ്പൊ ഇത് അഡ്വർടൈസ്മെന്റിൽ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി മെമ്മറബിൾ ആയിട്ട് ആളുകൾക്ക് ഓർമ്മകൾ വരും. അതുപോലെ തന്നെ ലിസണേഴ്സിന് പെട്ടെന്ന് ഓർമ്മ റീകോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഓർമ്മിക്കാൻ ജിങ്കിൾസുകൾ സഹായിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ആൻ ആർ ജെ ആൻഡ് വാട്ട് ആർ their പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ്? ആരാണ് ആർ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു റേഡിയോ ജോക്കി അല്ലെങ്കിൽ ആർ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ജോക്കിയാണ്. എ റേഡിയോ പ്രസന്റർ ഹു ഹോസ്റ്റ് ഷോസ്, അതായത് റേഡിയോ പ്രസന്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ലിസണേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആളുകൾ, അഡ്വർടൈസ്മെന്റ് നൽകുന്ന ആളുകൾ, ഇൻഫർമേഷൻസ് നൽകുന്ന ആളുകൾ, അല്ലെങ്കിൽ റേഡിയോയിൽ വിവിധ തരത്തിലുള്ള ഡിസ്കഷൻസ് നടത്തുന്ന ആളുകൾ, ഇവരെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റേഡിയോ ജോക്കി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഇവരുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസുമായിട്ട് എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കുക, ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് ഇവരുടെ പ്രൈമറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ആൾ ഇന്ത്യ റേഡിയോ ഇൻ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗിലെ AIR, അതായത് ആൾ ഇന്ത്യ റേഡിയോ, അതിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. ആൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പബ്ലിക് റേഡിയോ ബ്രോഡ്കാസ്റ്റർ ആണ്. ഇതിലൂടെ നമുക്ക് ന്യൂസുകൾ, എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾ, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് എത്തിക്കുന്നതിന്, അതായത് റൂറൽ ഏരിയാസിലൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതലായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൾ ഇന്ത്യ റേഡിയോ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾ ഇന്ത്യ റേഡിയോ നിലവിൽ വരുന്നത് 1936 എന്നുള്ളത് ഓർത്തു വെക്കുക. ആൾ ഇന്ത്യ റേഡിയോ ആൾസോ നോൺ ആസ് ആകാശവാണി എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ആകാശവാണി എന്നുള്ളത് തന്നെയാണ് ആൾ ഇന്ത്യ റേഡിയോ എന്നുള്ളതും ഓർത്തു വെക്കുക. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, പ്രസാർ ഭാരതിയുടെ കീഴിലും കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഡസ് എ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഡു ഇൻ ദ മീഡിയ ഇൻഡസ്ട്രി? ഒരു മീഡിയ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആള് ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ പ്രോസസ്സ് എല്ലാം ഓവർസീസ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ആളാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അത് ടെലിവിഷനിലായിക്കോട്ടെ, റേഡിയോയിലായിക്കോട്ടെ. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുക, സ്ക്രിപ്റ്റിംഗിൽ നടത്തുക, കോർഡിനേറ്റിംഗ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, പ്രോഗ്രാമുകളൊക്കെ കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടികളാണ് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരിക്കുക. അടുത്തത്, വാട്ട് ഈസ് വോയിസ് ഓവർ ആൻഡ് വേർ ഈസ് ഇറ്റ് കോമൺലി യൂസ്ഡ്? വോയിസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എവിടെയാണ് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? വോയിസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്കാണ്. അതായത് വോയിസ് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് അത് വീഡിയോന്റെ അല്ലെങ്കിൽ ആനിമേഷന്റെ തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നതിനെയാണ് വോയിസ് ഓവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് അഡ്വർടൈസ്മെന്റിൽ, ഡോക്യുമെന്ററീസിൽ, ഡബിങ്ങിൽ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ വീഡിയോസ് തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് വോയിസ് ഓവേഴ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അതായത് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് OB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകത, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് കവറേജുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റുകളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ മൊബൈൽ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് ഒരു TV9 എന്ന് പറയുന്ന ചാനലിന്റെ OB വാൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിലൂടെ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കും. ഇതാണ് OB വാൻ എന്ന് പറയുന്നത്. OB യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പുറത്തെ ഇമേജിൽ നിങ്ങൾക്ക് ഒരു ക്യാമറമാന് ബാക്കിൽ ഒരു ബാഗ് കാണാൻ സാധിക്കും. ഇന്ന് ആ OB എന്ന് പറയുന്ന ആ വാനിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാഗിലൂടെ സാധിക്കും. അത്രയും മാറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. ഇത് ലൈവ് സ്പോർട്സിന്,
ന്യൂസ് റിപ്പോർട്ടിങ്, പബ്ലിക് ഇവന്റുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ, റിയൽ ടൈം കോണ്ടന്റ് ഓഡിയൻസ്, അതായത് ലൈവായിട്ടുള്ള ടെലികാസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ OB അല്ലെങ്കിൽ ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് സഹായിക്കുന്നത്. അതായത് ലൈവായിട്ടുള്ള കവറേജിനൊക്കെയാണ് ഇത് സിഗ്നലുകൾ കൈമാറിയിട്ട് നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബ്രോഡ്കാസ്റ്റിംഗ്? ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഓഡിയോ ആൻഡ് വീഡിയോ കോണ്ടന്റ് to a displayed audience via electronic media such as radio and television. അതായത് ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ ഇലക്ട്രോണിക് മീഡിയ വഴി എന്ത് ചെയ്യുന്നു, ഓഡിയൻസിലോട്ട് ഓഡിയോ കണ്ടന്റുകൾ എത്തിക്കുന്നതിനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് ഇലക്ട്രോണിക് ടെക്നോളജി വഴിയാണ് ഇത് നടക്കാറുള്ളത്. AM FM റേഡിയോ, സാറ്റലൈറ്റ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ വഴി എന്ത് ചെയ്യാറുണ്ട് ആണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് സാധ്യമാവുന്നത്. ഓക്കെ, അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഡിഫൈൻ ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതായത് FM ഉം AM ഉം എന്താണ് എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. അതായത് വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ലഭിക്കുന്ന മോഡുലേഷൻ ആണ് ഫ്രീക്വൻസി മോഡുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓഡിയോ സിഗ്നൽസ് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് FM എന്ന് പറയുന്നത്. പക്ഷെ അതിന് ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ സിഗ്നലിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് എത്ര സ്ഥലങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കവറേജ് ചെയ്യാനുള്ള കഴിവ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഈ ഫ്രീക്വൻസി മോഡുലേഷൻ FM-ന് നിങ്ങൾക്ക് എന്ത് എഴുതാം, നിങ്ങൾക്ക് റേഡിയോ മിർച്ചി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ എഴുതാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് നിങ്ങൾക്ക് ആകാശവാണിയൊക്കെ എക്സാമ്പിൾ ആക്കി എഴുതാം. അടുത്ത്, ലിസ്റ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് റേഡിയോ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ഒന്നാമത്തെ, റേഡിയോ ഓഡിയോ ബേസ്ഡ് മീഡിയം ആണ്. അപ്പോൾ ആളുകൾക്ക്, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കേട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തത്, വൈഡ് റീച്ച് ഉണ്ടായിരിക്കും. അതായത് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയാസിലൊക്കെ വൈഡായിട്ട് എത്താൻ സാധിക്കുന്ന ഒന്നാണ് റേഡിയോ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആൻഡ് ലൈവ് ആണ്. അതായത് റിയൽ ടൈം ആയിട്ടുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ എത്തിക്കുന്നതിന് റേഡിയോയിലൂടെ സാധിക്കും. അടുത്തത്, വാട്ട് ആർ ദ മെയിൻ കോമ്പോണൻസ് ഓഫ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം? ഒരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കോമ്പോണൻസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത് ക്യാമറ ആൻഡ് മൈക്രോഫോൺ ആണ്. അതായത് ക്യാപ്ചർ ചെയ്യുന്നതിന്, വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ട്രാൻസ്മിറ്റർ ആണ്, സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസീവർ, TV സെറ്റ്, അതായത് കോണ്ടന്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആന്റിന ഓർ സാറ്റലൈറ്റ് സിസ്റ്റം, അതായത് സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ DTH അല്ലെങ്കിൽ സൺ ഡയറക്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സാറ്റലൈറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും. പണ്ട് ആന്റിനയൊന്നും ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് ആങ്കർ ഇൻ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. ഒരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗിൽ ന്യൂസ് ആങ്കറിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. ന്യൂസ് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ ന്യൂസ് പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് സ്ക്രിപ്റ്റുകൾ വായിക്കുക, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഓഡിയൻസും ജേർണലിസ്റ്റുകളും തമ്മിലുള്ള ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ വളരെ എന്ത് ചെയ്യുക, വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഓരോ വിഷയങ്ങൾ ജനങ്ങളുടെ അടുത്തോട്ട് ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ എത്തിക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയും ന്യൂസ് ആങ്കറുടേതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിറ്റി റേഡിയോ? കമ്മ്യൂണിറ്റി റേഡിയോയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി റേഡിയോ എന്താണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് കോണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുന്നത്. അവരുടെ കൾച്ചറിനെ കുറിച്ച്, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമിക്കലായിട്ടുള്ള നീഡുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കമ്മ്യൂണിറ്റി റേഡിയോ പറയാറുള്ളത്. ഇതിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്, അതായത് ആ വിഭാഗങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ്, അവരുടെ പങ്കാളിത്തമാണ് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അവരുടെ ലോക്കൽ ലാംഗ്വേജുകൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അവരുടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള
കാര്യങ്ങൾ ഇതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസുകൾ ഇതിൽ പറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും കമ്മ്യൂണിറ്റി റേഡിയോയിലൂടെ അവൈലബിൾ ആണ്. അടുത്ത ഡിഫൈൻ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളതാണ്. ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ വീഡിയോ സിഗ്നലുകൾ ട്രാൻസ്മിഷൻ ചെയ്യുക, കൈമാറ്റം ചെയ്യാണ് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അതായത് അനലോഗ് സിഗ്നൽസിന് പകരമായിട്ട് ഡിജിറ്റൽ ടെക്നോളജി വഴി ഓഡിയോ വീഡിയോ സിഗ്നൽസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഹൈ ക്വാളിറ്റി ആയിരിക്കും, ബെറ്റർ സൗണ്ടുകൾ ഉണ്ടായിരിക്കും, നല്ല പിക്ചർ റെസൊല്യൂഷൻസ്, പിക്ചേഴ്സിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ 3 അഡ്വാൻറ്റേജസ് ഓഫ് ടെലിവിഷൻ ആസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഒരു ടെലിവിഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ആയതുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട 3 നേട്ടങ്ങൾ അല്ലെങ്കിൽ 3 അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത് വിഷ്വൽ അപ്പീലുകൾ ഉണ്ടായിരിക്കും. അതായത് ഓഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് ഇത് കുറച്ചും കൂടി എക്സ്പീരിയൻസുകൾ നമുക്ക് നൽകും. വൈഡർ റീച്ച് ആണ്, അതായത് അർബൻ ആൻഡ് റൂറൽ ഓഡിയൻസിനൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ കണ്ടന്റ്സുകൾ ഉണ്ടായിരിക്കും. അതായത് വേരിയസ് സബ്ജക്റ്റിനെ കുറിച്ച് ഡോക്യുമെന്ററീസ് ആയിട്ട്, ന്യൂസ് ആയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസുകളും അവൈലബിൾ ആണ്. ഇതൊക്കെ ടെലിവിഷന്റെ 3 അഡ്വാൻറ്റേജുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് റെഗുലേറ്ററി ബോഡീസ് ഇൻ റേഡിയോ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്? ഒരു റെഗുലേറ്ററി ബോഡീസ്, അതായത് ടെലിവിഷൻ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് എന്നുള്ളതാണ്. 2 രീതിയിലുള്ള ഇതുണ്ട്. ഒന്ന് FCC ഉണ്ട്, അതായത് അത് US ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രസാർ ഭാരതിയാണ് ഉള്ളത്. പ്രസാർ ഭാരതി ഇൻ ഇന്ത്യ, അവരാണ് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്. ഇത് ബ്രോഡ്കാസ്റ്റിംഗിന്റെ സ്റ്റാൻഡേർഡ് പരിശോധിക്കുക, ഫ്രീക്വൻസീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, എത്തിക്കൽ പ്രാക്ടീസ് ഒക്കെ ഉറപ്പുവരുത്തുക, മിസ് ഇൻഫർമേഷൻസ് ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തുക എന്നൊക്കെയാണ് ഒരു റേഡിയോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേറ്ററി ബോഡീസിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രോഡ്കാസ്റ്റിംഗിന്റെ സ്റ്റാൻഡേർഡുകൾ ഉറപ്പുവരുത്തുക, ഫ്രീക്വൻസി എല്ലാ ആളുകൾക്കും, എല്ലാ കമ്പനികൾക്കും കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസി ഉറപ്പുവരുത്തുക, എത്തിക്കൽ പ്രാക്ടീസ്, അതായത് ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ള ഉറപ്പുവരുത്തുക, മിസ് ഇൻഫർമേഷൻസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഒരു റെഗുലേറ്ററി ബോഡീസിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് സാറ്റലൈറ്റ് ടെലിവിഷൻ? ഒരു സാറ്റലൈറ്റ് ടെലിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ടെലിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസുകൾ സാറ്റലൈറ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സാറ്റലൈറ്റ് ടെലിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സാറ്റലൈറ്റ് വഴി ഡയറക്റ്റ് ടെലിവിഷനിലോട്ട് സിഗ്നലുകൾ ലഭിക്കുകയും ആളുകൾക്ക് കാണാനും സാധിക്കുകയും ചെയ്യും. ഡയറക്റ്റ് ഹോം DTH സർവീസുകൾ, ഡിഷ് TV, ടാറ്റ സ്കൈ തുടങ്ങിയവയാണ് അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത്, ഹൗ ഡസ് റേഡിയോ കോൺട്രിബ്യൂട്ട് ടു ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഒരു ഡിസാസ്റ്റർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് റേഡിയോ എങ്ങനെയൊക്കെയെല്ലാമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, സംഭാവനകൾ നടത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റേഡിയോ ഒരു ക്രൂഷ്യൽ റോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ ക്രൂഷ്യൽ റോളാണ് നൽകുന്നത്. റിയൽ ടൈം അപ്ഡേറ്റുകൾ നൽകും, എമർജൻസി അലേർട്ടുകൾ നൽകാറുണ്ട്, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട്. റേഡിയോ റിമോട്ട് ഏരിയാസിൽ വരെ എത്തിച്ചേരുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് റേഡിയോ എന്ന് പറയുന്നത്. അടുത്തത്, compare the impact of radio and television in rural and urban areas. അർബൻ ഏരിയയും റൂറൽ ഏരിയയും വെച്ചുകൊണ്ട് ഒരു റേഡിയോ ടെലിവിഷനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്, അതിന്റെ ഇമ്പാക്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. റൂറൽ ഏരിയാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രാമീണ പ്രദേശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോ കൂടുതലായിട്ട് ആക്സസ് ചെയ്യുന്ന ആളുകളാണ്. അത് ലോ കോസ്റ്റ് മീഡിയം ആയതുകൊണ്ട്, പിന്നെ മാത്രമല്ല ബാറ്ററി ഒക്കെ ആയതുകൊണ്ട്, ഓപ്പറേറ്റിംഗ് ഡിവൈസ് ആയതുകൊണ്ട് റേഡിയോ ആണ് കൂടുതലായിട്ട് ആക്സസ് ചെയ്യുന്നത്. മാത്രമല്ല ഇവര് കൂടുതലായിട്ടും ഇൻഫർമേഷൻസിനും എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അർബൻ ഏരിയാസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിവിഷനാണ് കൂടുതലായി ഡോമിനേറ്റ് ചെയ്യിക്കുന്നത്. ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കൊണ്ടും ഹൈ ലിറ്ററസി ലെവൽസ് ഉള്ളത് കൊണ്ടും വിഷ്വൽ കോണ്ടന്റുകൾക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടും അർബൻ ഏരിയാസിൽ TV ആണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ റൂറൽ ഏരിയാസിലും ടെലിവിഷൻസും ഒക്കെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനെയും എഴുതാം. ഓക്കെ, കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും തയ്യാറാക്കാം. അടുത്തത്, വൈ ഈസ് മീഡിയ എത്തിക്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടെലിവിഷൻ ജേർണലിസം? ടെലിവിഷൻ ജേർണലിസത്തിൽ ഒരു മീഡിയ എത്തിക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മീഡിയ എത്തിക്സ് എന്ത് ചെയ്യുന്നു? ജേർണലിസ്റ്റിന് ഫാക്ച്വൽ ആയിട്ടുള്ള, അൺബയാസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ റിപ്പോർട്ടിങ് ഉറപ്പുവരുത്തുന്നുണ്ട്. എത്തിക്കൽ ജേർണലിസം മിസ് ഇൻഫർമേഷൻസിനെ ഇല്ലാതാക്കുന്നുണ്ട്, പ്രൈവസിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്,
പബ്ലിക് ട്രസ്റ്റ്, അതായത് പൊതുജനങ്ങളുടെ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് ഒരു മീഡിയ എത്തിക്സ് ടെലിവിഷൻ ജേർണലിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അടുത്തത് ഡിസ്കസ് ദ റോൾ ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും ഉപയോഗിക്കുന്ന പങ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ്. റേഡിയോ ആൻഡ് ടെലിവിഷൻസ് ഇവര് സൊസൈഷ്യൽ വ്യൂസിന്, സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെയൊക്കെ? ന്യൂസിലൂടെ, ഡിബേറ്റിലൂടെ, എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻസിലൂടെ. അതായത് വാർത്തകൾ കേൾക്കുമ്പോൾ, ഡിബേറ്റുകൾ നമ്മൾ കാണുമ്പോൾ, എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരു സമൂഹത്തിന് ഒരു ഒപ്പീനിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻസിന്റെ സമയത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡിബേറ്റുകൾ കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് പ്രചരണങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ന്യൂസുകൾ കേൾക്കുന്നു, അതിലൂടെ നമുക്ക് ഒരു പബ്ലിക് ഒപ്പീനിയൻസ് ഉണ്ടാക്കുന്നു. അഡ്വർടൈസ്മെന്റ് കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയേഴ്സും ബൈയിങ് ഹാബിറ്റുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതൊരു പബ്ലിക് ഒപ്പീനിയന്റെ ഭാഗം കൂടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how has digital media affected ട്രഡീഷണൽ ടെലിവിഷൻ വ്യൂവർഷിപ്പ്? അതായത് ഡിജിറ്റൽ മീഡിയ എങ്ങനെയാണ് ടെലിവിഷൻ വ്യൂവർഷിപ്പിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നു കഴിഞ്ഞതിന് ശേഷം, അതായത് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് തുടങ്ങിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നു കഴിഞ്ഞതിന് ശേഷം ട്രഡീഷണൽ ആയിട്ടുള്ള വ്യൂവർഷിപ്പുകൾ, അതായത് താരതമ്യേന ടെലിവിഷൻ കാണുന്നതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഓഡിയൻസ് ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള കോണ്ടന്റുകളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക എന്നുള്ളതാണ് ജനങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസുകൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻസ് നടക്കുന്ന എക്സ്പീരിയൻസുകളും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ മീഡിയ ഇത്തരത്തിൽ ട്രഡീഷണൽ വ്യൂവർഷിപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, explain how radio and television support education in developing countries. റേഡിയോ ടെലിവിഷൻസ് എങ്ങനെയാണ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്? റേഡിയോ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ ചിൽഡ്രൻസിനാണെങ്കിലും അഡൽറ്റിനാണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ നൽകാറുണ്ട്. എസ്പെഷ്യലി ഇൻ റിമോട്ട് ഏരിയാസ്, ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ ആയിട്ട് നൽകാറുണ്ട്. ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ററാക്റ്റീവ് ലെസൺസ്, ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസുകൾ, ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷണൽ ചാനലുകൾ റൺ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ദൂരദർശന്റെ സ്വയം പ്രഭ എന്ന് പറയുന്ന ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന ഫസ്റ്റ് വെൽ എന്ന് പറയുന്ന ചാനലും അല്ലെങ്കിൽ പ്രോഗ്രാമുകളും അതിന് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ഓർത്തു വയ്ക്കുക. അടുത്തത്, വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ്? പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫണ്ടിങ് ഇഷ്യൂസ്, അതായത് ഗവൺമെന്റിന്റെ ഫണ്ടിങ് മാത്രമാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് വരാറുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ടിങ് ഇഷ്യൂസിന് ലിമിറ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. കോമ്പറ്റീഷൻസ് ഉണ്ട്, അതായത് കൊമേഴ്ഷ്യൽ മീഡിയാസ്, ഗവൺമെന്റിന്റെ അല്ലാത്ത മീഡിയാസ് ഒക്കെ വളരെ രീതിയിൽ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് കോമ്പറ്റീഷൻസ്, മത്സരങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് താല്പര്യമുള്ള അനുസരിച്ചുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പൊ ബയാസ്ഡ് ആയിട്ടുള്ള സെൻസർഷിപ്പുകളൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ഡസ് അഡ്വർടൈസിംഗ് ഇൻഫ്ലുവൻസ് ടെലിവിഷൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ടെലിവിഷൻ പ്രോഗ്രാമിങ്ങിനെ അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ടെലിവിഷന്റെ കോണ്ടന്റുകൾ പ്രൊഡക്ഷൻ സമയത്ത് ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷോന്റെ ഫോർമാറ്റിന്, എയർ ടൈം ഡിസിഷൻസ്, ഏത് സമയത്താണ് ഇത് പ്രോഗ്രാം റൺ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് ആണ്. കാരണം അവർക്ക് വരുമാനം ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ TV ചാനൽസുകളൊക്കെ പ്രോഗ്രാമുകൾക്ക് പ്രയോറിറ്റി നൽകുമ്പോഴും കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് കോൺട്രാക്റ്റുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ്, പ്രോഗ്രാമുകളാണ് അവര് എന്ത് ചെയ്യാറുള്ളത്, നടത്താറുള്ളത്. അതായത് ഏത് തരത്തിലുള്ള ടെലിവിഷൻ ഷോസ് ആണ് ആളുകൾ കൂടുതലായിട്ട് കാണുന്നത്, അതുപോലെയുള്ള ടെലിവിഷൻ ഷോസ് ഓരോ ചാനലുകൾ തയ്യാറാക്കുകയും അതിലൂടെ പരസ്യം കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യും. അതിപ്പോ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതെങ്കിലും ഒരു TV ചാനൽ ഒരു പാട്ടിന്റെ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചാനൽസും അതുപോലെയുള്ള ഷോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാണുന്ന രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ
ആണ് അടുത്തതായിട്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് 24 hour ന്യൂസ് ചാനൽസ്? 24 മണിക്കൂറുള്ള ന്യൂസ് ചാനലിന്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടും, റിയൽ ടൈം ആയിട്ടുള്ള ക്രൈസിസ് റിപ്പോർട്ടിംഗ് നമുക്ക് ലഭിക്കും, ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. അടുത്ത ഡിസ്അഡ്വാൻറ്റേജസ് ആണ് സെൻസേഷണലിസം, അതായത് ഒരു വിഷയത്തെ കുറിച്ച് അമിതമായിട്ട് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. റിപ്പീറ്റേഷൻസ് ഓഫ് ന്യൂസ്, ഒരു വാർത്തന് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പൊട്ടൻഷ്യൽ ഓഫ് മിസ് ഇൻഫർമേഷൻസ് ഡ്യൂ ടു റഷ്ഡ് റിപ്പോർട്ടിംഗ്, പെട്ടെന്ന് റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് മിസ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്? അപ്പൊ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെ AI എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ്. AI എന്ത് ചെയ്യുന്നുണ്ട്? ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെ ഓട്ടോമേറ്റഡ് വീഡിയോ എഡിറ്റിംഗിലൂടെ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസിലൂടെ, റിയൽ ടൈം ക്യാപ്ഷൻസ് നൽകിക്കൊണ്ട്, ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷൻ വഴിയൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടന്റിന്റെ ഒതന്റിസിറ്റി, അതായത് കണ്ടന്റ് എത്രത്തോളം ശരിയാണെന്നുള്ളതൊക്കെ പരിശോധിക്കാൻ AI സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെ AI സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.